അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ് അല്ലാതെ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അലോട്ട്മെൻറ്റിലെ കംപ്ലീറ്റ് പ്രോസസ്സിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളവയാണ്. ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര റാങ്കിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വന്നാലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, ഏത് കാറ്റഗറി റാങ്കിനുള്ളിൽ വന്നാലും നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ കാറ്റഗറിയുടെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാൻ. അപ്പം ഞാൻ വെച്ച് വൈകിപ്പിക്കാതെ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത്രയും പെട്ടെന്ന് അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് 2024 LBSന്റെ പ്രോസ്പെക്ടസിൽ വന്നിരിക്കുന്നത് അനുസരിച്ച് 1090 LBS BSc നഴ്സിംഗ് ഗവൺമെൻറ് സീറ്റുകളാണ് ഈ വർഷം ഉള്ളത്. എന്ന് പറയുമ്പോൾ LBS പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ വർഷം ഗവൺമെൻറ് കോളേജുകളിലായിട്ട് 1090 BSc നഴ്സിംഗ് സീറ്റുകളാണുള്ളത്. അപ്പം ആ ഒരു 1090 സീറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ക് കൂട്ടി എടുത്ത് പറയാനായിട്ട് പോകുന്നത്. ആ ഒരു 1090 എന്നുള്ളൊരു കണക്കിൽ ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫേം അല്ല. അപ്പോൾ അത്രയും ഒരു സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു റാങ്ക് ലിസ്റ്റിന് ഉള്ളിൽ വരുന്നവർക്ക് ഉറപ്പായിട്ട് ഒരു സീറ്റ് കിട്ടും. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കുള്ള സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1090 സീറ്റാണ്. അതിലെന്ന് പറയുമ്പം ഗവൺമെൻറ് കോളേജിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് 50% സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് മെറിറ്റ് ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആർക്ക് വേണമെങ്കിലും കിട്ടാം. എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ സീറ്റ് എന്ന് പറയത്തില്ല, ഒരു റിസർവേഷനും ഇല്ല. ഇപ്പം സാധാ ജനറൽ കാസ്റ്റുകാർക്ക് വേണമെങ്കിലും ആ സീറ്റ് കിട്ടാം. ഇപ്പം SC ST കാറ്റഗറിക്ക് വേണമെങ്കിലും ആ സീറ്റ് കിട്ടാം, OBC കാറ്റഗറിക്ക് വേണമെങ്കിലും കിട്ടാം, അങ്ങനെ ആർക്ക് വേണമെങ്കിലും കിട്ടാം. യാതൊരുവിധ റിസർവേഷനും അതിനകത്ത് നോക്കത്തില്ല. എന്ന് പറയുമ്പോൾ പ്യുവർലി മാർക്കിന്റെ ബേസിൽ യാതൊരു റിസർവേഷനും വരാതുള്ള സീറ്റുകളാണ് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റിലാണെങ്കിലും ഉണ്ട്, പ്രൈവറ്റിലാണെങ്കിലും ഉണ്ട്. ഗവൺമെന്റ് കോളേജിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടലുള്ള സീറ്റ് എത്രയാണോ അതിന്റെ 50% സ്റ്റേറ്റ് മെറിറ്റും, പ്രൈവറ്റ് കോളേജുകൾ 60% സീറ്റ് ഇതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. എന്ന് പറയുമ്പോൾ ഒരു റിസർവേഷന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി LBS വഴി അഡ്മിഷൻ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ PNC MAC ഒന്നും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിൽ 50% സീറ്റാണ് സ്റ്റേറ്റ് മെറിറ്റിന് റിസർവ് ചെയ്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ 1090 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിന് 50% എടുത്തു കഴിഞ്ഞാൽ 545 എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് 545 545 ഉള്ളിൽ റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഉള്ള സീറ്റുകളിൽ ഒരു ഗവൺമെന്റ് സീറ്റ് നമുക്ക് എന്തായാലും കിട്ടും. അതിപ്പോൾ എനിക്ക് റിസർവേഷൻ ഉണ്ട്, റിസർവേഷൻ ഇല്ല, എങ്ങനെയാണെങ്കിലും ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ റിസർവേഷൻ കാറ്റഗറി വൈസ് ഉള്ള റാങ്ക് അല്ല ഈ പറഞ്ഞത്. ഈ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏത് കാറ്റഗറി ആണെങ്കിലും നമുക്ക് സാധാരണ നമ്മുടെ ഒരു ഒറിജിനൽ റാങ്ക് ഉണ്ടല്ലോ, ഒരു തരത്തിലും നമ്മളെ റിസർവേഷനിൽ മാറ്റി നിർത്താതെ ഉള്ള സാധാ റാങ്കിൽ അതിൽ 545 അതിനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിൽ, നമ്മൾ എല്ലാ കോളേജ് ഓപ്ഷൻ ഗവൺമെന്റിൽ വെക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജനറൽ കാറ്റഗറി സീറ്റിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. SM എന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ് സ്റ്റേറ്റ് മെറിറ്റ്, അതാണ് ജനറൽ സീറ്റ്. അടുത്തതായിട്ട് നമുക്ക് EWS കാറ്റഗറിയുടെ നോക്കാം, എക്കണോമിക്കലി വീക്കർ സെഷൻ. അവരുടെ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് ടോട്ടല് ഗവൺമെന്റ് കോളേജുകളിൽ 10% റിസർവേഷൻ ആണുള്ളത്. അപ്പം ഒന്നുകൂടെ പറയാം, EWS റിസർവേഷൻ ഉള്ളവർക്ക് ഗവൺമെന്റ് കോളേജിൽ മാത്രമേ റിസർവേഷൻ ഉള്ളൂ. പ്രൈവറ്റ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിലും അത് അല്ല ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കോളേജിലാണെങ്കിലും ഒന്നും തന്നെ EWS കാറ്റഗറിക്ക് എന്തില്ല, റിസർവേഷൻ ഇല്ല. ഗവൺമെന്റിൽ മാത്രമേ റിസർവേഷൻ വരുന്നുള്ളൂ. പ്രൈവറ്റ് കോളേജിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു 10% റിസർവേഷനും കൂടെ നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റിലോട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 60% കണക്ക് പറഞ്ഞത്. അപ്പം ആരും എനിക്ക് EWSൽ ഇത്ര റാങ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രൈവറ്റിൽ ഈ ഒരു EWS റാങ്ക് വെച്ച് കിട്ടുമോ എന്ന് ചോദിക്കരുത്. പ്രൈവറ്റിൽ വരുമ്പോഴത്തേക്ക് EWS റാങ്കിൽ ഉള്ളവരെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ EWS കാറ്റഗറിയുടെ കാര്യം നോക്കാം. EWS കാറ്റഗറിക്ക് നമ്മൾ പറഞ്ഞതുപോലെ 10% റിസർവേഷൻ ആണ് വരുന്നത്. എന്ന് പറയുമ്പോൾ 1090 സീറ്റിന്റെ 10% എന്ന് പറയുമ്പോഴത്തേക്ക് 109 ആണ്. അപ്പോൾ EWS കാറ്റഗറിയിൽ 109നോ 109ന്റെ ഉള്ളിലോ നമുക്ക് കാറ്റഗറി വൈസ് റാങ്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് 1-2 ഗവൺമെന്റ് കോളേജ് നമ്മൾ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റാങ്കിനുള്ളിൽ കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
കിട്ടുന്ന ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസും ഓപ്ഷൻ വെക്കണം. എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു റാങ്കിന്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ല ഞാനിപ്പം ഇടുക്കിയും കാസർഗോഡും ഒന്നും വെക്കത്തില്ല, പക്ഷെ എനിക്ക് ഈ ഒരു റാങ്കിനുള്ളിൽ എനിക്ക് റാങ്ക് ഉണ്ട്, 109 റാങ്ക് ഉണ്ട്, കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ LBSൻ്റെ ആ ഒരു പ്രോസ്പെക്ടസിലുള്ള കാറ്റഗറി വൈസ് റിസർവേഷൻ പെർസെൻറ്റേജ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇനി ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ അല്ലാതെ വീഡിയോ എടുത്തത് ജസ്റ്റ് സൗണ്ടും വീഡിയോയും കൂടെ ഒരു ക്ലാഷ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പം അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ് SC BC. അപ്പം അതിനകത്ത് ഒരു 6-8 കാറ്റഗറീസ് വരുന്നുണ്ട്. അതിന് എല്ലാവർക്കും കൂടെ ഒരു 30% റിസർവേഷനാണുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഈഴവ റിസർവേഷനാണ്. ഈഴവ റിസർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 9% റിസർവേഷനാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 1090 സീറ്റിൻ്റെ 9% നോക്കുകയാണെന്നുണ്ടെങ്കിൽ 98 വരുന്നത്. അപ്പോൾ 98-നോ 98-ൻ്റെ ഉള്ളിലോ ആണ് നമുക്ക് കാറ്റഗറി വൈസ് ഈഴവ കാറ്റഗറി റാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതാണ് ഈഴവ കാസ്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് മുസ്ലിം കാറ്റഗറിയാണ് MU. അതിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് 8% റിസർവേഷനാണ് ഗവൺമെൻറ് കോളേജിലോട്ട് ഉള്ളത്. അപ്പോൾ 8% റിസർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 87. അപ്പം നമ്മുടെ കാറ്റഗറി വൈസ് മുസ്ലിം കാറ്റഗറി റാങ്ക് 87-ഓ 87-ൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ലാറ്റിൻ കത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ, അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് LC ആണ്. അപ്പോൾ LC കാറ്റഗറിക്ക് 3% റിസർവേഷനാണുള്ളത്. അപ്പം 3% എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 32 വരുന്നത്. അപ്പം LCയിൽ റാങ്ക് എന്ന് പറയുന്നത് 32-ഓ 32-ൻ്റെ ഉള്ളിലോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടും. അടുത്തതായിട്ട് അതർ ബാക്ക്വേർഡ് ഹിന്ദു BH ആണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പം ഈ ഒരു കാറ്റഗറിയിലൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക, ഇതൊക്കെ ഷോർട്ട് ഫോം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ. അപ്പം BHൻ്റെയും ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3% തന്നെയാണ്. അവർക്കും അതുപോലെ തന്നെ 32-ഓ 32-ൻ്റെ ഉള്ളിലോ ആണ് കാറ്റഗറി റാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് DV ആണ്. അവർക്ക് 2% റിസർവേഷനാണുള്ളത്. എന്ന് പറയുമ്പം 21-ഓ 21-ൻ്റെ ഉള്ളിലോ ആണ് ധീരവ കാറ്റഗറിയിൽ കേരള റാങ്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അവർക്ക് റിസർവേഷൻ വരുന്നത് ഏകദേശം 2% എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കാറ്റഗറിയിൽ 21-ഓ 21-ൻ്റെ ഉള്ളിലോ ആയിട്ട് കാറ്റഗറി റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അവരുടെ ഷോർട്ട് ഫോം KN ആണ്. 1% റിസർവേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ 10 അഥവാ 10-ൻ്റെ ഉള്ളിലോ ആണ് നമ്മുടെ റാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സീറ്റ് ഗവൺമെൻറ്റിൽ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് BX അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അവർക്ക് 1% റിസർവേഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 10-ഓ 10-ൻ്റെ ഉള്ളിലോ ആണ് നമുക്ക് വരുന്ന ഒരു BX കാറ്റഗറിയിലെ കാറ്റഗറി റാങ്ക് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്നതാണ്. അടുത്തതായിട്ട് കുടുംബി അഥവാ KV, അവരുടെ റിസർവേഷൻ വന്നിട്ട് 1% ആണ്. സോ 10-ഓ 10-ൻ്റെ ഉള്ളിലോ ആണ് ആ ഒരു കാറ്റഗറിയിലെ റാങ്ക് എന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ സ്കെഡ്യൂൾ കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾ ട്രൈബ്സ് രണ്ടിനോട് കൂട്ടിയിട്ട് 10% റിസർവേഷനാണുള്ളത്. അപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ 8% റിസർവേഷൻ. അപ്പോൾ 8% എന്ന് പറയുമ്പോഴത്തേക്ക് ഷെഡ്യൂൾ കാസ്റ്റിൽ 87-ഓ 87-ൻ്റെ ഉള്ളിലോ ആണ് കേരള റാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഷെഡ്യൂൾ ട്രൈബിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 2% റിസർവേഷനാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് 21 21-നോ 21-ൻ്റെ ഉള്ളിലോ ആണ് കേരള ST കാറ്റഗറി റാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് പറയുകയാണ്, കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലും നിങ്ങൾ ഓപ്ഷൻ വെക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാറ്റഗറി റാങ്കിൻ്റെ ഉള്ളിൽ വന്നാൽ ഗവൺമെൻറ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കാവൂ. അഥവാ ഞാനിപ്പം ഇടുക്കിയോ കാസർഗോഡോ ഒക്കെ വെക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാതെ വരും. ബിക്കോസ് നമ്മൾ ഈ ഒരു 1090 കോളേജിനെ കണക്കെടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഇടുക്കിയും കാസർഗോഡും എല്ലാം ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു റാങ്ക് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
അപ്പം ഈ ഒരു 1090 എന്ന് പറയുന്നൊരു ടോട്ടൽ സീറ്റ് ഗവൺമെൻറ് സീറ്റിൽ വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇത് ഈ ഒരു സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും ഒരു ഗവൺമെൻറ് കോളേജിലെ കാറ്റഗറി റാങ്കുകൾ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. പലർക്കും ഇപ്പോഴും ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജിൽ പോകേണ്ടതായിട്ടില്ല. LBSന് നമ്മൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തണം. അപ്പം ഈ ജനറൽ OBC പോലുള്ള കാസ്റ്റുകാരാണ് 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അതേസമയം SC ST OEC ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ 1000 രൂപ മാത്രമാണ് നമ്മുടെ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയാലും പ്രൈവറ്റ് കോളേജിൽ കിട്ടിയാലും 1000 രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത്, കൂടുതൽ ഫീസില്ല. അതേസമയം ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC ആണെന്നുണ്ടെങ്കിലും ജനറൽ കാറ്റഗറി OBC കാറ്റഗറിക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയാൽ അവർ 23,000 സംതിങ് അവർക്ക് ഗവൺമെൻറ്റിലാവുന്ന ഒരു ഫീസ് ഉണ്ട്, അതാണ് അടയ്ക്കേണ്ടത്. പ്രൈവറ്റിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ജനറൽ OBC പോലുള്ള കാസ്റ്റുകാർ 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പോഴും പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, SC ST OEC ആൻഡ് ഫിഷർമാൻ ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്നവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് കോളേജിലാണെങ്കിലും പ്രൈവറ്റ് കോളേജിലാണെങ്കിലും LBS വഴി മെറിറ്റ് സീറ്റാണ് കിട്ടുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വാർഷിക ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പം നമ്മൾ ഒരു വർഷം ഒരു കോളേജിൽ നമുക്കാവുന്നൊരു ഫീസ് ഉണ്ടല്ലോ, ആ ഫീസ് എന്ന് പറയുന്നത് 1000 രൂപ മാത്രമാണ്. അതേസമയം OBC ജനറൽ കാറ്റഗറിക്കാർ ഒരു 96,000 രൂപയോളമാണ് ഒരു വർഷത്തെ ഫീസായിട്ട്, ട്യൂഷൻ ഫീസ് പ്ലസ് സ്പെഷ്യൽ ഫീസ് എന്ന് പറഞ്ഞ് അടയ്ക്കേണ്ടത്. അത് ഈ ഒരു 4 കാറ്റഗറിയിലൊക്കെ വരുന്നവർക്ക് 1000 രൂപ മാത്രമേ ഉള്ളൂ. അത് കൂടാതെ അവർക്കാണെങ്കിലും ബാക്കി ഏത് കാറ്റഗറിക്കാണെങ്കിലും കോളേജിൽ എക്സസ് ആയിട്ട് ആവുന്ന ചിലവുകളെന്ന് പറയുന്നത് നമ്മുടെ യൂണിഫോമിൻ്റെ ഫീസ് വരും, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫീസ് വരും, നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, പിന്നെ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ, അങ്ങനത്തെ ഫീസൊക്കെ വരത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. എന്ന് പറയുമ്പം SC ST OEC ഫിഷർമാനൊക്കെ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ ഫിനാൻഷ്യലി ഓക്കെ അല്ല, പ്രൈവറ്റ് കോളേജിൽ പോയാൽ ബുദ്ധിമുട്ടാവുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. പലർക്കും ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയാത്തതായിട്ടുണ്ട്, മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോയിലും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. നമുക്കിപ്പം കോളേജിൽ മറ്റുള്ള ഫീസുകളെ വരത്തുള്ളൂ. ഇനി ഹോസ്റ്റൽ ഫീസും ഈ ഒരു 96,000 ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ഏത് കാറ്റഗറിക്കാരാണെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ ഗവൺമെൻറ് കോളേജിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഗ്രാൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജാണ് അഥവാ പ്രൈവറ്റ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ SC ST OEC ആൻഡ് ഫിഷർമാൻ കാറ്റഗറിയിലെ കുട്ടികൾക്ക് മാത്രമേ ഗ്രാൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവരിത് ഗ്രാൻസ് അപ്ലൈ ചെയ്യുന്നതിലൂടെ അവർക്ക് ഹോസ്റ്റൽ ഫീസിൻ്റെ ഏകദേശം ഒരു ഹാഫ് പേയ്മെൻറ്റൊക്കെ അവർക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച കുറേ പേര് എന്നോട് ചോദിച്ചൊരു ഡൗട്ടും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുകയാണ്. ഇതിനകത്ത് ഫർദർ അലോട്ട്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, അതിനുശേഷം വരുന്ന സ്പെഷ്യൽ അഥവാ സ്പോട്ട് അലോട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ ഫർദർ അലോട്ട്മെൻറ്റ്സ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു ബ്ലാക്ക് കളർ ബോൾഡ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. If a candidate does not take admission in the special online or spot allotment after receiving the allotment, he or she will not be considered for the remaining allotment. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, ഇപ്പോൾ 3rd അലോട്ട്മെൻറ്റിൽ എനിക്കൊരിടത്ത് കിട്ടി, അപ്പം ഞാൻ എടുത്തില്ലെങ്കിൽ എടുക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ 3rd അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോളേജ് നഷ്ടമാവും. പിന്നെ നമുക്ക് ആ ഒരു കോളേജ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടണം എന്നില്ല. അതാണ് നമുക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് നമ്മൾ LBSന് 25,000 രൂപ അടയ്ക്കാതിരുന്നു, നമ്മൾ കോളേജിലൊന്നും പോകുന്നില്ല, അപ്പോൾ നമുക്ക് ആ ഒരു കോളേജ് നഷ്ടമായെന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഫർദർ അലോട്ട്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 3rd അലോട്ട്മെൻറ്റിൽ എനിക്കൊരു കോളേജിൽ കിട്ടി, ഞാൻ എടുത്തില്ല, 4th അലോട്ട്മെൻറ്റിൽ ഞാൻ വീണ്ടും പങ്കെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ കോളേജുകൾ വെച്ചായിരുന്നു, അപ്പോൾ എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ഒരു കോളേജിൽ പോയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നടക്കാൻ പോകുന്ന അലോട്ട്മെൻറ്റ്സിലൊന്നും എന്നെ പരിഗണിക്കുകയില്ല എന്നാണ് ഇവർ ഈ ഒരു കാര്യത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. ഡസ് നോട്ട് ടേക്ക് അഡ്മിഷൻ ഇൻ ദ സ്പെഷ്യൽ ഓൺലൈൻ ഓർ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ 4ാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ നമുക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടിത്തുടങ്ങുകയാണ്
അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്നില്ല, എനിക്ക് വീണ്ടും അത് വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ള പിന്നത്തെ അലോട്ട്മെൻറ്റ്സിലൊന്നും പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് LBSൻ്റെ പ്രോസ്പെക്ടസിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, അൺകണ്ടീഷണൽ NOC ആൻഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഈസ് കമ്പൽസറി ഫോർ അറ്റൻഡിങ് സ്പെഷ്യൽ ഓൺലൈൻ ഓർ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ്. Hence, NOC to be issued by all principals to the students if requested for the same. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലുള്ള NOCയുടെ കാര്യമാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള NOC ആയിരിക്കണം എന്ന് പറയുമ്പം NOCയിൽ പ്രത്യേകമായിട്ട് അങ്ങനെ കണ്ടീഷൻസ് ഒന്നും വെക്കാനായിട്ട് പാടില്ല. അതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരത്തില്ല എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും കോളേജുകാർ വെക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു NOC ആയിരിക്കണം. അതെന്തിന് കമ്പൽസറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്സിന് വേണം എന്നാണ്. ഒപ്പം തന്നെ ആ ഒരു NOC ഇഷ്യൂ ചെയ്യുന്നത് നമ്മളാ ഒരു അഡ്മിഷൻ എടുത്ത ഒരു കോളേജിലെ പ്രിൻസിപ്പളാണ്. അതിന് വേണ്ട ഒരു ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു LBSൻ്റെ പ്രോസ്പെക്ടസിൽ തന്നെ ഒരു അനെക്സ്റ്റർ 10 കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തത് കാണും. സോ അവർക്കും കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടേണ്ട അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഒരു അബദ്ധം കൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെടത്തില്ല. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.